സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും പുലി ഭീതിയുണ്ട്. പ്രദേശത്ത് പുലിയെ കണ്ടതിന് പിന്നാലെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. പ്രദേശവാസിയായ കളരിക്കണ്ടി സുബൈറാണ് ഇന്നലെ വൈകിട്ട് പുലിയെ കണ്ടത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. സുർജിത്ത്, വനംവകുപ്പ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? സുർജിത്ത്, ഉന്മേഷം ഇന്നലെ വൈകിട്ടല്ല, ഇന്നലെ പുലർച്ചെയാണ് പുലിയെ കണ്ടത്. പള്ളിയിലേക്ക് വരികയായിരുന്നു ഡോക്ടർ സുബൈർ. അദ്ദേഹം പുലിയെ കണ്ടു. കാറിലായിരുന്നു വന്നിരുന്നത്. ആ സമയത്താണ് പുലിയെ കണ്ടത്. ഇപ്പോഴും നാട്ടുകാരെ വിവരം അറിയിച്ചു. പക്ഷേ പുലി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരുന്നില്ല ആ സമയത്ത്. ഇതിനുശേഷം വൈകിട്ടോടുകൂടി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ഈ പള്ളിക്ക് അടുത്തുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് അടുത്തുള്ള സ്ഥാപനത്തിലെ CCTV ആണ് പരിശോധിച്ചത്. പരിശോധിച്ചതിലൂടെ കൃത്യമായ രീതിയിൽ തന്നെ അത് പുലിയാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ ഏരിയയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മതപഠന സ്ഥാപനങ്ങളുണ്ട്. മാത്രമല്ല ഈ താലൂക്ക് ആശുപത്രിയിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. അവിടെയാണ് ഇങ്ങനെ ഒരു പുലിയുടെ സാന്നിധ്യം. മാത്രമല്ല സമീപത്തെ തോട്ടങ്ങളിലെല്ലാം തന്നെ പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നലെ രാത്രിയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പുലി തന്നെയാണ് ഇതിനുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. നഗരഹൃദയത്തിലായതിനാൽ തന്നെയാണ് ഈ ആശങ്കയ്ക്ക് കാരണം. ഉന്മേഷൻ. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.